ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാ കൂട്ടുകാർക്കും റാഹത്തല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ. പിന്നെ മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളിവിടെ മഴ കുറച്ച് നിന്നിക്കണം. പക്ഷെ എന്നാലും വല്ലാതാണ്ട് കുത്തി ഒലിച്ചാണ്ട് പെയ്യണില്ല. കുറച്ചൊരു ജുമാൻ്റെ നേരത്തൊക്കെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. നേരിയൊരു കാറ്റും ഇതൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നിരുന്നു. പിന്നെ വീണ്ടും തുടങ്ങിയിരിക്കണം. എന്നാലും വലിയൊരു കൂടുതലായിട്ട് ഇങ്ങനെ ചൊരിഞ്ഞ് പെയ്യണ മഴ ഇല്ല. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ? ഏത് ഭാഗമാണ്, എവിടെ ഉള്ളവരാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് വെള്ളിയാഴ്ച ആണെന്നുള്ള ഇതിലൊന്നും സ്പെഷ്യലായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പറഞ്ഞല്ലോ, കുറച്ചൊരു സാമ്പത്തിക ഇതായിട്ട് കുറച്ചൊരു ബാക്കിലേക്കായതുകൊണ്ട് ഉള്ളത് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പം ഇന്ന് രാവിലത്തെ ചായക്കൊന്ന് പുട്ടും കടലക്കറിയായിരുന്നു. അതിങ്ങനെ തേങ്ങ അരച്ചിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. രാവിലെ അത് മസാലക്കറി തന്നെ വെക്കാറ്. കടല മറ്റേ അങ്ങനെ കുറച്ച് എരിവൊന്നും ഇല്ലാതെ അങ്ങനെ ഉണ്ടാക്കലാണ്. തേങ്ങ അരച്ചുണ്ടാക്കിയാൽ പിന്നെ വെറുതെ കറി വേസ്റ്റാവും. എന്നിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അത് പിറ്റേന്ന് ചിലപ്പോൾ അത് എടുക്കൂല. അപ്പം പിന്നെ നമ്മൾ മൂന്നാളേ ഉള്ളൂ. മൂന്നാളും ചെറിയ കുട്ടിയേ ഉള്ളൂ. പിന്നെ രാവിലെ എന്താണ് കറി ഉണ്ടാക്കണത്? കൂടുതലും അങ്ങനെ കറി ഉണ്ടാക്കാറില്ല. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മോൾക്ക് സ്കൂളിലേക്കുള്ള കൂട്ടാൻ അത് കൊടുക്കും. സ്കൂളിലല്ല കേട്ടോ, LKG ഇവിടെ പ്രീ പ്രൈമറി ഉണ്ട് നമ്മളെ അടുത്ത് തന്നെ. അത് മാത്രമേ ഉള്ളൂ. LKG UKG മാത്രം ഉള്ളതാണ്. അതിൽ മോളല്ല, മോൻ്റെ കുട്ടിയാണ്. 3.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അതിന് രാവിലെ ഉണ്ടാക്കണതിന് തന്നെ അതിനും കൊടുക്കും. അപ്പോൾ ഇന്ന് അതല്ല, ഇന്ന് മോൾക്ക് ചോറിന് പയറുപ്പേരിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ചോറിന് അരി ഇട്ടിക്കണ്. ചോറ് വെന്ത് ചോറ് ഊറ്റിക്കണ്. അപ്പോൾ കറിയൊക്കെ ചോറ് വെന്ത് അടുപ്പത്ത് കറിയൊക്കെ കലക്കി വെച്ചിട്ടാണ് പിന്നെ മീനൊക്കെ നന്നാക്കാൻ വേണ്ടി ഞാൻ പോയത്. അപ്പോൾ മീനിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അതിലെടുക്ക് പുറത്തുള്ള അല്ലറ ചില്ലറ പണികൾ അതും നടക്കുന്നുണ്ട്. അപ്പോഴേക്ക് പിന്നെ ചിലതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എന്നുവെച്ചാൽ കുട്ടി എണീറ്റപ്പോൾ പിന്നെ അതിനെ കുളിപ്പിക്കാനും ഇതിനൊക്കെ പാടെ ഓളാട് പുറത്തേക്ക് പോയപ്പോൾ പിന്നെ എന്നെക്കൊണ്ട് ഒറ്റയ്ക്കൊന്നും കഴിയൂലല്ലോ. അപ്പോൾ ഉൾപ്പെട്ടത് മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് സാധാ ചോറും കറിയൊക്കെയാണ്. മെത്തൽ മുളകിട്ടതാണ്. പിന്നെ ഉപ്പേരി എന്ന് പറഞ്ഞാൽ മോൾക്ക് രാവിലെ ഉണ്ടാക്കിയ ഉപ്പേരി ഉണ്ടായിരുന്നു, പയറുപ്പേരി. പിന്നെ വാഴക്കൂമ്പും ചെറുപയറും കൂടെ തോരൻ വെച്ചതുണ്ടായിരുന്നു. പിന്നെ പൂളിയും ചേമ്പുംതാളും കൂടെ അതും അടച്ചു കൂട്ടാൻ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ അതൊക്കെ പാടായിരുന്നു ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ. പിന്നെ മീനുണ്ടായിരുന്നു, കുറച്ച് മെത്തളും കുറച്ച് ചെറിയ അയില ഉണ്ടായിരുന്നു. അതൊക്കെ പാടെ പൊരിക്കും ചെയ്ത്. അങ്ങനെയൊക്കെ പാടെ ഇന്നൊരു തട്ടിക്കൂട്ട് ഇത് ഉണ്ടാക്കി. എന്നാലും നമുക്ക് അങ്ങനെയൊക്കെയല്ലേ ഒത്തു പോവുള്ളൂ. പിന്നെ എന്നിപ്പം ഇതൊന്നും വാങ്ങാനുള്ള ബഡ്ജറ്റൊന്നും ഇപ്പം ഇല്ല. പക്ഷെ ഉണ്ടാകുമ്പോൾ നമ്മൾ വാങ്ങും. ഇല്ല ഞാനുള്ളത് വെച്ചിട്ടാണ്ട് ഇതായാണ്ട് പോകും. പിന്നെ കടത്തിൽ കൂടെ കടാണ്ട് പെരുകല്ലേ വാങ്ങുമ്പോൾ. അപ്പം അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പം ഇന്ന് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് വരുമ്പോൾ സുബീന് ഇപ്പോൾ 4 മണിക്ക് 4:15 പള്ളിയിൽ പോകണതാണ്. അപ്പോൾ രാവിലെ ഒരു 6:30 വീട്ടിലെത്തുള്ളൂ. നമ്മളിവിടുന്ന് ഒരു 20 മിനിറ്റ് ഉണ്ട് പള്ളിക്ക്. നമുക്ക് പെണ്ണുങ്ങൾക്ക് നടക്കാൻ. പക്ഷെ അവർക്കൊരു 15 മിനിറ്റ് കൊണ്ടൊക്കെയാണ്ട് നടന്നെത്തും. അപ്പോൾ ഇപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടുന്ന് രാവിലെ പള്ളിയിൽ ഇത് ഖുർആൻ ക്ലാസ് ഉണ്ടാവും എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സാവധാനം വരാറുള്ളൂ. അപ്പോൾ ആ വഴിയിൽ വെച്ചിട്ട് അവിടെ കനാലൊക്കെ ഉണ്ട്, നടന്ന് വരുന്ന വഴിയിൽ റോഡിൻ്റെ സൈഡിൽ. അവിടുന്ന് ഒരു കണ്ണനെ കിട്ടി ഉപ്പാക്ക്. കുറച്ച് നല്ല വലിപ്പമുണ്ട്. ആ കണ്ണനാണ് അതിൽ കാണുന്നത്. അത് കണ്ടപ്പോൾ അത് പിന്നെ ചളി ചോയ്ക്കും. നമ്മളവിടെയൊക്കെ അത്ര പെട്ടെന്നൊന്നും അതിനെ പിടിച്ച് ഒന്നും ചെയ്യൂല. അപ്പോൾ കുറച്ച് നേരമൊക്കെ മോള് കണ്ട് നിന്ന് കളിക്കാൻ വേണ്ടി. പിന്നെ ഓൾക്ക് സ്കൂൾക്ക് ഇവിടേക്ക് LKG പോകണമല്ലോ. അപ്പോൾ പിന്നെ കുറേ ഞങ്ങൾ കളിപ്പിച്ച് അതിൻ്റെ പിന്നാണ്ട് കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ കുടിക്കാനെടുക്കാത്തൊരു കിണറുണ്ട്. നമ്മളെ ഈ പറമ്പിൽ 3 കിണറുണ്ട്.
ഞങ്ങൾ നിൽക്കണ കിണറ്റിൽ. അപ്പോൾ ഒന്നിന്ന് ഞങ്ങൾ വെള്ളം എടുക്കും, ഒന്ന് അപ്പുറത്തെ വീട്ടുകാർക്കുള്ള ഒരു കിണറുണ്ട്, കല്ലട്ടി കിണർ. പിന്നെ വേറെ ഞങ്ങൾ കറണ്ട് പോയാൽ മുക്കണ ഒരു കിണറുണ്ട്, വെള്ളം കോരുന്ന കിണറുണ്ട്. അതിൽ കൊണ്ടുപോയി ഒഴിച്ച് നല്ല വലിയ ഒരിതാണ്. അതിനെ കിണറ്റിൽ കൊണ്ടുപോയി ഒഴിച്ച്. പിന്നെ അപ്പോഴൊക്കെ ഒരു പഴക്കോല ഉണ്ടായിരുന്നു വെട്ടാൻ. അപ്പോൾ ആ പഴക്കോല വെട്ടിക്കൊണ്ടുവന്ന് വെച്ച്. നമ്മളുണ്ടാക്കിയ വാഴയാണ്. അപ്പോൾ അതിന്മേൽ ഒരു വലിയ കുല ഉണ്ടായിരുന്നു. അത് മൂത്തപ്പോൾ പിന്നെ അണ്ണാനൊക്കെ ഇങ്ങനെ തിന്നണപ്പോൾ പിന്നെ അതുകൊണ്ട് വെട്ടിയെടുത്ത്. വലിയൊരു കുലയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുട്ടക്കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്തൊരു ഗർഭിണി ഉണ്ട്. അപ്പോൾ അവരെ വീട്ടിലൊന്ന് പോകണം. വെറുതെ കയ്യും വീശി പോകാൻ പറ്റില്ലല്ലോ, ഗർഭിണിയല്ല. അപ്പോൾ ഒരു മുട്ടക്കേക്ക് ഉണ്ടാക്കി. ആദ്യം ഞാൻ ഉണ്ടാക്കാറുണ്ട് മുട്ടക്കേക്ക്. പക്ഷെ ഇപ്പം വല്ലാതെ അങ്ങോട്ട് ഒന്നിന്മേൽക്കും നിൽക്കലില്ല. അപ്പോൾ പിന്നെ നമ്മളെ അടുത്ത് സാധനം നമുക്ക് അറിയാം. പിന്നെ വെറുതെ കടയിൽ പോയിട്ട് ഒരു ചെറിയൊരു കവറുകളിൽ വാങ്ങണമെങ്കിൽ കൊടുക്കണമെന്ന് ഒരു 500 റുപ്യ. അപ്പോൾ അത് കാരണം വീട്ടിലുള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ 4 മുട്ട, ഒരു 3/4 കപ്പ് തന്നെ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അതേപോലെ 3/4 കപ്പ് റവ. അപ്പോൾ ഞാൻ റവ കൊണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് വേറെ അതിൽ കൂടി 3/4 കപ്പ് റവ എടുത്തിട്ടുള്ളൂ. പിന്നെ അതിൽ കൂടി 3/4 കപ്പ് ആട്ടപ്പൊടി എടുത്ത്. മൈദ ഉണ്ട്, ഞാൻ മൈദ കൂട്ടിയിട്ട് മൈദയിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല കേക്ക്. ഞാൻ റവ കൊണ്ട് തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ അതും കൂടെ എടുത്ത് അങ്ങനെ അത് 4ഉം കൂടെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയാൽ നന്നാവാറുണ്ട്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ഞാൻ അത് കഷ്ണിച്ചിട്ടില്ല. അത് മുറിച്ചാൽ പിന്നെ അത് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഓരോർക്ക് കൊണ്ടുപോകണ കാരണം നമ്മൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോകല്ല. അപ്പോൾ അത് കാരണം ഞാനത് കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ ഞാൻ വെച്ചതാണ് അത് പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പണിയൊക്കെ പാടാണ്ട് കഴിഞ്ഞ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഞങ്ങളൊരു നായ ഉണ്ട് ഇവിടെ. ഞങ്ങൾ വളർത്തുന്നതല്ല, ഞങ്ങളവിടെ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അത് നമ്മളെ വീട്ടിൽ വരുന്നതാണ്. വന്നാൽ രാവിലെ വരും. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ചായൻ്റെ കടി അത് കൊടുക്കും. പക്ഷേ അതിന് കറി വേണം, മീൻ കറി വേണം. അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയത്, ഞാൻ പറഞ്ഞു മീൻ കറിയൊന്നും ഇല്ല, ഇജ്ജ് തിന്നോ ഡോണിയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ കടലക്കറി തന്നെ ഒഴിച്ചിട്ട് വിട്ടുമൊക്കെ പാടെ കൊടുത്ത് അതൊക്കെ അത് തിന്ന്. അതൊക്കെ തിന്ന് പിന്നെ ഉച്ചയ്ക്ക് വരും. ഉച്ച നേരത്ത് വരും. നമ്മൾ ചോറ് തിന്നണ ഒരു 1:30 ആകുമ്പോൾ വന്നിട്ട് അവിടെ മുറ്റത്ത് കിടക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഞങ്ങൾ പറയും അവിടെ കിടക്കട്ടെ, ഞാൻ സ്കെച്ച് ചെയ്യട്ടെ എന്നിട്ട് തരാമെന്ന് പറയും. ഞങ്ങൾ തിന്നുമ്പോൾ തരാമെന്ന് പറയും. പിന്നെ ആദ്യം അതിന് കുഴച്ച് അവിടെ കൊണ്ടുവച്ച് കൊടുക്കും. എന്നിട്ട് പിന്നെ ഞങ്ങൾ തിന്നോളൂ. അതേപോലെ ഇപ്പോൾ രാത്രിയും വരും. ഇപ്പോൾ ഈ നേരത്ത് ഉണ്ട് അവിടെ. ഇനിയിപ്പോൾ വന്ന് ചോറ് കഴിഞ്ഞിട്ട് അതിന് കുഴച്ച് അവിടെ കൊണ്ടുവച്ച് കൊടുക്കുള്ളൂ. പക്ഷെ നമ്മളൊന്നും കാട്ടൊന്നുമില്ല, കുറച്ച് പ്രായമുണ്ട്. തിന്നാൻ കൊടുത്താൽ അവിടെ കൊടുക്കും. പിന്നെ എന്താ, നമ്മളെ വീട്ടിലേക്ക് ആർക്കും വരാൻ പറ്റില്ല. നമ്മളല്ല വീട്ടിൽ അതിന് പരിചയമില്ലാത്തവർ വരികയെന്നുണ്ടെങ്കിൽ അത് കുരച്ച് ചാടും. അപ്പം നമ്മൾ പറയും അത് ഇങ്ങോട്ടുള്ളതാണ് ടോണി, അതവിടെ അവിടെ നിൽക്കടാന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നിൽക്കും. പിന്നെ നമ്മളെ വീട്ടിലേക്ക് വന്ന് കാണുന്നവരൊക്കെ ആകുമ്പോൾ പിന്നെ 1-2 വര വരച്ചിട്ട് അതവിടെ അടങ്ങി നിൽക്കും. അപ്പോൾ അതിനും ചോറ് കൊടുത്ത് എന്നിട്ട് പിന്നെ ഇപ്പോൾ കുളിക്കാനും നിസ്കരിക്കാനും ഒക്കെ പാടെ പോയത്. പിന്നെ രാവിലെ ഇതൊക്കെ നിസ്കരിച്ചിരിക്കണം. അപ്പോൾ പിന്നെ സാവധാനം നമ്മൾ അടുക്കളയിൽ നിൽക്കുന്നതാണല്ലോ, പിന്നെ വേർപ്പ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നാകാണ്ട് പോകും പുറത്തേക്കുള്ള പണി. അതിലിടക്ക് വെയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചൊക്കെ നേരം വെളുക്കും. പുറത്തുള്ള ചുറ്റുപാടുള്ള പണിയൊക്കെ കണ്ട് കഴിയുമ്പോൾ വിറക് ഉണക്കാനും എടുക്കാനും ഒക്കെ എടുത്ത് വെക്കാനും അങ്ങനെയൊക്കെ പാടെ ഒരുപാട് നേരം ഉണ്ടാവും. പിന്നെ നിങ്ങളവിടുത്തൊക്കെ വിശേഷം എന്താ? എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലിടുവേണ്ടി കേട്ടാ. പക്ഷേ ഞങ്ങളെ ബാക്കിലൊക്കെ ഞങ്ങളെ വീട്ടിൻ്റെ ബാക്കിൽ വലിയൊരു വാടയുണ്ട്. ആ വാടയാണ് കാണുന്നത്. ആ വാടയിൽ നല്ല വെള്ളമുണ്ട്. പക്ഷേ മഴ 1-2 മഴ ഉണ്ട് കഴിഞ്ഞെന്ന് കണ്ടാൽ പിന്നെ അതിൽ വെള്ളം കെട്ടി നിന്ന് വലിയ കനാലുണ്ട്. ആ കനാലിൽ കൂടെ
ഒലിച്ച് പോകും. പക്ഷെ അത് നമ്മൾ കനാലങ്ങോട്ട് വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ വെള്ളാണ്ട് ഒലിച്ച് പോകും. പക്ഷെ 1-2 മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. അത്രയും ഭയങ്കര സ്മെല്ലാണ് മഴ നിന്ന് കഴിഞ്ഞാൽ. മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ വെള്ളാണ്ട് ഒലിച്ചാണ്ട് പോകും. പിന്നെ കൊതുകിനെ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാനും പറ്റില്ല. അതിങ്ങോട്ട് ആയാൽ അത് എല്ലാ ഭാഗത്തു നിന്നും ഒലിച്ച് വരണമെന്നുണ്ട്. ആ വാട കൂടാണ്ട് പോണതാണ്. വലിയ നല്ല വീതിയുള്ള കുളമാണ്. പക്ഷെ അതിൽ മീനുകളൊക്കെ ഉണ്ടാവും. നമ്മളതിന് മീനൊന്നും പിടിക്കൂല. എന്ന് വെച്ചാൽ പല ഭാഗത്തു നിന്ന് ഒലിച്ച് വരുന്ന വെള്ളമാണ്. അല്ലാതെ മഴ ഒന്നുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കറുത്തും കൊണ്ടുള്ള വെള്ളമാവും. പക്ഷെ അതിങ്ങനെ ഇപ്പോൾ വടി കൊണ്ട് ഇങ്ങനെ തുഴഞ്ഞ് കൊടുക്കുന്നൊരു ചെറിയ കനാലിൽ കൂടാണ്ട് റോട്ടിക്ക് വലിയൊരു കനാലാണ്. അതിൽ കണ്ട് ഒഴുകിപ്പോകും ആ വെള്ളം. അങ്ങനെയൊക്കെ പാടെ നിൽക്കുകയാണ്. അതാ നായക്ക് ചോറ് കൊടുക്കുകയാണ്. ആ ചോറ് തിന്നിഞ്ഞിപ്പോൾ അത് അതിൻ്റെ ഹാരക്കാണ്ട് പോകും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ കേട്ടോ. എന്നാൽ ഇനി പിന്നെ കാണാം. അസ്സലാമു അലൈക്കും.